ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, പലർക്കും ഒരുപാട് കൺഫ്യൂഷൻ തോന്നുന്ന തരത്തിലുള്ള ചാപ്റ്റർ ആണ്. കാരണം ഇതിലെ ഡൊമൈൻ റേഞ്ച് പ്രോബ്ലംസ് അതുപോലെ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലർക്കും കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇത് സെറ്റ് എന്ന ചാപ്റ്ററുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഉള്ള ചാപ്റ്റർ ആണ്. സോ സെറ്റ് നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം ഈ ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് പ്ലസ് 1 y minus 4 is equal to 3 7, then find the values of x and y. മക്കളെ, രണ്ട് ഓർഡേഡ് പെയേഴ്സ് a, b ഈക്വൽ ടു c, d ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറയാം. ഇതിന്റെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റ്സും ഈക്വൽ ആണെന്ന് പറയാം. ഇതേ കൺസെപ്റ്റ് ആണ്, ഇതേ ഐഡിയ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓർഡേഡ് പെയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 y മൈനസ് 4 ഇസ് ഈക്വൽ ടു 3, 7 ആണ്. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഇതിന്റെ ഒന്നാമത്തെ എലമെന്റും ഇതിന്റെ ഒന്നാമത്തെ എലമെന്റും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 എന്ന് പറയാം. അതായത് എക്സിന്റെ വാല്യൂ വരുന്നത് 3 പ്ലസ് 1 ഇങ്ങോട്ട് വന്നാൽ -1. സോ എക്സിന്റെ വാല്യൂ 2 എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സെക്കൻഡ് എലമെന്റും ഇതിലെ സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കും. y മൈനസ് 4 ഇസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? അതായത് y ഇസ് ഈക്വൽ ടു 7, -4 ഇങ്ങോട്ട് വന്നാൽ +4. സോ ആൻസർ വരുന്നത് 11. സോ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A cross A has 9 elements, among which 2 elements are -a, 0, 0a. റൈറ്റ് A ആൻഡ് ഫൈൻഡ് A cross A. മക്കളെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് A cross Aയിലെ എലമെന്റ്സിന്റെ എണ്ണം 9 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ആ A cross Aയിലെ രണ്ട് എലമെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, -a, 0, 0, a. ഓക്കെ, നമുക്ക് എ എന്താണെന്ന് എഴുതണം, എ എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ എ ക്രോസ് എയും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അതായത് നമ്മളോട് നമ്പർ ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പേഴ്സ് എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 9 ആണ്. 9 ആണ് എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ, നമുക്കറിയാം നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ചെയ്താൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? എയിലെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻറ്റു ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ചെയ്താൽ എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. സെയിം മെത്തേഡാണ് ഇവിടെ. അതായത് നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എ ആണ് നമുക്ക് കിട്ടുന്ന 9. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു റിലേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എ ഈക്വൽ ടു 9 എന്ന് കിട്ടും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ വരാനുള്ള പോസിബിലിറ്റി 3 മാത്രമല്ല. കാരണം 3 × 3 9 ആണ്. സോ നമ്പർ ഓഫ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് സെറ്റ് എ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ സെറ്റ് എ നമുക്ക് കണ്ടുപിടിക്കണം. സെറ്റ് എയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? 3 ആണ്. അതിനുള്ള ക്ലൂ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അതായത് ആദ്യം -a, 0 എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് എയിലെ എലമെന്റ് ആണ് -a0. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എലമെന്റ് ഈ സെറ്റിലുള്ളതായിരിക്കും അല്ലെ. -a ബിലോങ്സ് ടു എ എന്ന് പറയുന്ന സെറ്റ്. അതുപോലെ രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ സെറ്റിന്റെ എലമെന്റ് ആയിരിക്കും അല്ലെ. യെസ്, അതായത് 0 ബിലോങ്സ് ടു എ എന്ന് പറയാം. ക്ലിയർ അല്ല മക്കളെ? ഇത് ഒന്നാമത്തെ എലമെന്റ് ഒന്നാമത്തെ സെറ്റിലും രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ സെറ്റിലും ഉള്ളതാണ്. നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എലമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 0, a ഈ ഒരു എലമെന്റും എ ക്രോസ് എ എന്ന സെറ്റിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എലമെന്റും എ ക്രോസ് എയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ് എയിലെ എലമെന്റ് ആയിരിക്കും കേട്ടോ. 0 ബിലോങ്സ് ടു എ. അതുപോലെ ഈ ഒരു എലമെന്റ് എയിലുള്ളതായിരിക്കും. എ ബിലോങ്സ് ടു എ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സെറ്റ് എയിലുള്ള എലമെന്റ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഏതൊക്കെയാ മക്കളെ? ഒന്ന് -a, രണ്ടാമത്തെ എലമെന്റ് 0, മൂന്നാമത്തെ എലമെന്റ് എന്താ? യെസ്, എ. -a, 0a ഇതാണ് സെറ്റ് എയിലെ എലമെന്റ്സ്. സോ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ -a, 0a ഈ 3 എലമെന്റ്സ് ആണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്.
ഓക്കെ മക്കളെ, നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്സ് കിട്ടി. നമുക്കിനി വേണ്ടത് എ ക്രോസ് എ ആണ്. എ ക്രോസ് എ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ആദ്യം എഴുതാം. മൈനസ് എ 0 എ ക്രോസ് വീണ്ടും മൈനസ് എ 0 എ. ഓക്കെ, എ ക്രോസ് എ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കുക കേട്ടോ. എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് ആദ്യം ആലോചിക്കുക. എയില് 3 എലമെന്റ്സ്, 3 × 3 9 എലമെന്റ്സ് എ ക്രോസ് എയിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ആദ്യത്തെ എലമെന്റ് ആദ്യം നിങ്ങൾ ബ്രാക്കറ്റ് ഇടുക, കേളി ബ്രേസ് ഇടുക. നമ്മൾ എങ്ങനെയാണ് നമ്മൾ എ ക്രോസ് എയിലെ എലമെന്റ്സ് എഴുതുന്നത്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതുന്നത്? ആദ്യം നിങ്ങൾ മൈനസ് എ കൊണ്ട് ഈ ഒരു മൈനസ് എയും ഇതിലെ മൈനസ് എ എടുക്കുക. മൈനസ് എ കോമ മൈനസ് എ, ഇതാണ് ആദ്യത്തെ എലമെന്റ്, ആദ്യത്തെ ഓർഡേഡ് പെയർ. നെക്സ്റ്റ് വൺ മൈനസ് എ 0 മൈനസ് എ 0. ക്ലിയർ? നെക്സ്റ്റ് വൺ മൈനസ് എ എ. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 എലമെന്റ്സ്. അടുത്ത് നോക്കുക 0 ഉപയോഗിച്ച് ആദ്യത്തെ എലമെന്റ് നോക്കുക. 0 മൈനസ് എ, ഫസ്റ്റ് ഓർഡേഡ് പെയർ. ഇനി 0 ഉപയോഗിച്ച് അടുത്തത് 0 കോമ 0. ഓക്കെ, ഇനി 0 കോമ എ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്ത ഓർഡേഡ് പെയർ കണ്ടുപിടിക്കുക. എ എടുക്കുക. ഇവിടെ ഫസ്റ്റ് വൺ മൈനസ് എ മൈനസ് എ. ഓക്കെ, നെക്സ്റ്റ് വൺ എ 0, നെക്സ്റ്റ് വൺ എ എ. ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ ഓർഡേഡ് പെയറിൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ അല്ലേ മക്കളെ? 9 എലമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ എ ക്രോസ് എ കണ്ടുപിടിക്കുക. യെസ് മക്കളെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എ എന്ന് പറയുന്ന സെറ്റ് നോക്കുക. 1 2 3 4 5 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഈ സെറ്റിൽ വരുന്നത്. ഡിഫൈൻ എ റിലേഷൻ ഓൺ ആർ ഓൺ എ. ഓൺ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് എ ആണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റാണ് നമ്മുടെ റിലേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആർ ഇസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ ഇതാണ്, വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതുപയോഗിച്ചാണ് നമ്മൾ ആ റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, നമ്മുടെ കയ്യിൽ സെറ്റ് എ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിലേഷൻ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സിന് 1 കൊടുത്താൽ y എന്താ കിട്ടുക? 1 സ്ക്വയർ പ്ലസ് 1 അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. y ഈസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എക്സിന് 1 കൊടുത്തപ്പോൾ y എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ എക്സിന് 2 കൊടുക്കാണ്ട, എക്സിന് 2 കൊടുക്കുന്നു. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. y ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ 2 സ്ക്വയർ പ്ലസ് 1, അതായത് 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 5 എന്ന് ആൻസർ കിട്ടുന്നു. ഓക്കെ അല്ലേ മക്കളെ? അതായത് എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 എന്ന വാല്യൂ ആണ്. യെസ്, ഇനി നോക്കാം. എക്സിന് ഞാൻ 3 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. y ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. 3 സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ 9 ആണ്. 9 പ്ലസ് 1 നമുക്ക് 10 എന്ന ആൻസർ കിട്ടുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി 4 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു വീണ്ടും എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുത്താൽ 4 സ്ക്വയർ പ്ലസ് 1, 4 സ്ക്വയർ 16 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ മക്കളെ 17 ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞു നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. ഓക്കെ അല്ലേ മക്കളെ? അതായത് ഈ റിലേഷനിലുള്ള എലമെന്റ്സ് എല്ലാം എയിലുള്ള എലമെന്റ്സ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? പക്ഷെ എയിൽ 17 എന്ന എലമെന്റ് എയിലുണ്ടോ നോക്കാം കേട്ടോ. 17 എന്ന എലമെന്റ് എയിലില്ല. കാരണം 12 വരെയുള്ള എലമെന്റ്സ് മാത്രമേ നമ്മുടെ സെറ്റ് എയിൽ ഉള്ളൂ. സോ ഈ റിലേഷന്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആർ ഇസ് ഈക്വൽ ടു സെറ്റ്. ആദ്യത്തെ ഓർഡേഡ് പെയർ വരുന്നത് എക്സിന് 1 കൊടുത്തപ്പോൾ y2 1 2 ആണ് ആദ്യത്തെ ഓർഡേഡ് പെയർ. രണ്ടാമത്തെ ഓർഡേഡ് പെയർ വരുന്നത് എക്സിന് 2 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ 5 2 5. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് എക്സിന് 3 കൊടുത്തപ്പോൾ അടുത്ത വാല്യൂ 10. സോ
310 ആണ് അടുത്ത ഓർഡേഡ് പെയർ. ഓക്കെ, 470 നമ്മൾ എഴുതുന്നില്ല. അതിന്റെ കാരണം എന്താ? 17 എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ല. ഓക്കെ അല്ലേ മക്കളെ? സോ എക്സിന് 4 നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. സോ ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ R എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഇതിന്റെ ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ കണ്ടുപിടിക്കുക. മക്കളെ, എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. നമ്മൾ നമ്മുടെ റിലേഷനിൽ അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. അതായത് ഓർഡേഡ് പെയറിൽ ആദ്യം കാണുന്ന എലമെന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. ആദ്യം കാണുന്ന എലമെന്റ്സ്, ഓക്കെ അല്ലേ? അത് ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്ത് കിട്ടി? ഡൊമൈൻ കിട്ടി. ഓർഡേഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ്സ് ഒരു സെറ്റായിട്ട് എഴുതിയാൽ എന്ത് കിട്ടി? അതിന്റെ ഡൊമൈൻ കിട്ടി. സെറ്റ് അല്ലേ മക്കളെ? സോ ഡൊമൈൻ ഈസ് ഈക്വൽ ടു 1 2 3. നെക്സ്റ്റ് വൺ റേഞ്ച് ആണ്. റേഞ്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഓർഡേഡ് പെയർസിൽ രണ്ടാമത്തെ എലമെന്റ്സ് നോക്കുക. ഓർഡേഡ് പെയർസിലെ രണ്ടാമത്തെ എലമെന്റ്സ് നോക്കുക. അത് ഒരു സെറ്റിൽ എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? അതിന്റെ റേഞ്ച് കിട്ടും. 2 5 and 10. ഇതാണ് റേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് കോഡൊമൈൻ? കോഡൊമൈൻ എന്താണ്? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ റിലേഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാ? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റിലേക്കാണ് നമ്മുടെ റിലേഷൻ പോകുന്നത്. അതായത് കോഡൊമൈൻ എന്ന് പറഞ്ഞ മക്കളെ നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റ് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് കംപ്ലീറ്റ് ആണ് എന്ത് വരാ? നമ്മളുടെ കോഡൊമൈൻ ആയിട്ട് വരാം. സോ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു എ. അല്ല മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാടാ. നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് -1 1, ബി എന്ന സെറ്റ് 0 2 3. റൈറ്റ് എ ക്രോസ് ബി. ആദ്യത്തെ ടാസ്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി കണ്ടുപിടിക്കാം. ആദ്യം എ എന്ന് പറയുന്ന സെറ്റ് എഴുതാ -1 1. ബി എന്ന് പറയുന്ന സെറ്റ് എഴുതാ 0 2 3. ഓക്കെ അല്ലേ മക്കളെ? രണ്ടിന്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ആദ്യം ഒരു ബ്രാക്കറ്റ്. ഓക്കെ, -1 എടുക്കുക. -1 0 ഒരു ഓർഡേഡ് പെയർ ആക്കി എഴുതാം. -1 0. നെക്സ്റ്റ് എലമെന്റ് -1 2. നെക്സ്റ്റ് എലമെന്റ് -1 3. ഇതാണ് ആദ്യത്തെ 3 എലമെന്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എലമെന്റ്സ് നോക്കാടാ. 1 വരുന്നത് 0 1 0. നെക്സ്റ്റ് 1 2. നെക്സ്റ്റ് 1 3. ഓക്കെ അല്ലേ? ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ എ ക്രോസ് ബി എന്ന സെറ്റ് റിലേഷനിൽ എ ക്രോസ് ബി എന്ന സെറ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, എത്ര എലമെന്റ്സ് ആണ് നോക്കിയേ? 6 എലമെന്റ്സ് ആണ്. കാരണം ഇവിടെ 2 എലമെന്റ്സ്, ഇവിടെ 3 എലമെന്റ്സ്, ഇൻഡു ചെയ്താൽ 6 എലമെന്റ്സ്. സോ 6 എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഓക്കെ, എ ക്രോസ് ബി കിട്ടി. ഇനി റൈറ്റ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള നമ്പർ ഓഫ് റിലേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് റിലേഷൻസ് ആണ്. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് വരക്കാവുന്ന റിലേഷൻസിന്റെ മാക്സിമം എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്കറിയാം എ ക്രോസ് ബിയുടെ എണ്ണത്തിന്റെ സബ്സെറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്പർ ഓഫ് റിലേഷൻസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 raised to number of a cross b ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 2 raised to number of a cross b. 2 raised to a cross b യിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കാം. എ ക്രോസ് ബിയിൽ 6 എലമെന്റ്സ് ആണുള്ളത്. സോ 2 raised to 6 is equal to നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 64. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 2 raised to നമ്പർ ഓഫ് എ ക്രോസ് ബി ആണ്. അതായത് 2 raised to എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 1 2 3 4 5 6 എലമെന്റ്സ് ആണ്. സോ 2 raised to 6 ദാറ്റ്സ് ഈക്വൽ ടു 64 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റും എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ബി എന്ന് പറയുന്ന സെറ്റ് 0 2 3 ആണ്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 0 2 3. ഓക്കെ, അപ്പോൾ അതിന്റെ പോസിബിൾ സബ്സെറ്റുകൾ എഴുതാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ സബ്സെറ്റ് സെറ്റ് 0, അടുത്ത സബ്സെറ്റ് സെറ്റ് 2, നെക്സ്റ്റ് വൺ സെറ്റ് 3. ഓക്കെ അല്ലേ മക്കളെ? ഇനി രണ്ട് എലമെന്റ്സ് ഉള്ള സബ്സെറ്റ് 0 2, നെക്സ്റ്റ് വൺ 0 3, നെക്സ്റ്റ് വൺ 2 3.
2 3 ഇതാണ് രണ്ട് എലമെന്റ്സ് അടങ്ങിയ സബ്സെറ്റ്. ഇനി ഈ സെറ്റ് കംപ്ലീറ്റ് സെറ്റ് ഇതിന്റെ സബ്സെറ്റ് തന്നെയാണ് 0 2 3. ഇതൊരു സബ്സെറ്റ് ആണ്. ഇത് കൂടാതെ വരുന്ന അടുത്ത സബ്സെറ്റ് മക്കളെ 5 ആണ്, എം ടി സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ബിയുടെ സബ്സെറ്റുകളായിട്ട് വരുന്നത്. ഇത് ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഭംഗിയായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ മക്കളെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 3. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ മക്കളെ? നമുക്കറിയാം എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ കൂട്ടിയാൽ മതി എഫ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 3. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എഴുതുന്നു, അതിനുശേഷം ജി ഓഫ് എക്സ് എഴുതുന്നു. ക്ലിയർ? എക്സും 2x കൂട്ടിയാൽ 3x ആണ്, പ്ലസ് 1 മൈനസ് 3 അല്ലേ? പ്ലസ് 1 മൈനസ് 3. സോ ആൻസർ വരുന്നത് 3x പ്ലസ് 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. അതായത് 3x മൈനസ് 2 ആണ് നമുക്ക് കിട്ടുന്ന എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ക്ലിയർ അല്ലേ മക്കളെ? എഫ് പ്ലസ് ജി ഓഫ് എക്സ്. അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡോട്ട് ജി ഓഫ് എക്സും കണ്ടുപിടിക്കണം കേട്ടോ. എഫ് ഡോട്ട് ജി ഓഫ് എക്സും കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഡോട്ട് ജി ഓഫ് എക്സ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു ജി ഓഫ് എക്സിന്റെ വാല്യൂ വരുന്നത് 2x മൈനസ് 3. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം എക്സിനെ 2x കൊണ്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു 2x, എക്സ് ഇൻറ്റു 2x ചെയ്തു. ഇനി നോക്കുക, എക്സിനെ മൈനസ് 3 കൊണ്ട് ഗുണിച്ചാൽ മൈനസ് 3x ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പൊ എക്സിന്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത് നോക്കുക, 1 ആണ്. 1 ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു 2x, 1 ഇൻറ്റു 2x. ഇനി 1 ഇൻറ്റു മൈനസ് 3 തന്നെ. ഓക്കെ, അതായത് എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2 ആദ്യം എഴുതാം, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ മക്കളെ? 2x സ്ക്വയർ മൈനസ് 3x ഇവിടെ പ്ലസ് 1 ഇൻറ്റു 2x ആണ് മൈനസ് 3. ഇതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ മൈനസ് 3 പ്ലസ് 2 എന്താ മക്കളെ? മൈനസ് 1 അല്ലേ? സോ മൈനസ് എക്സ് മൈനസ് 3. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ് മക്കളെ, നമുക്ക് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ് വരക്കാനുള്ള ചോദ്യമാണ്. ഗിവൺ h of x is equal to mod x. Draw the graph of h of x. ഇതിന്റെ മോഡ് എക്സിന്റെ ഗ്രാഫ് വരക്കാനുള്ള ചോദ്യം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മോഡ് എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം. ഇതാണ് മോഡ് എക്സിന്റെ ഗ്രാഫ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മോഡ് എക്സിന്റെ ഗ്രാഫ് ഇതുപോലെ വരച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ വാല്യൂസ് കൊടുത്ത് കൃത്യമായിട്ട് തന്നെ ഗ്രാഫുകൾ വരക്കണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ എക്സ് വൈ ആക്സിസുകൾ വരയ്ക്കുകയാണ്. യെസ്, ഇതാണ് നമ്മുടെ എക്സ് വൈ ആക്സിസ് കേട്ടോ. എക്സ് വൈ ആക്സിസ് ഞാൻ ആദ്യം വരച്ചു. ഓക്കെ, ഇവിടെ 1 0 2 3 and 4, 1 2 3 4, -1 -2 -3 -4. ഓക്കെ, സാർ ഇത് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ മക്കളെ, ഇങ്ങോട്ട് നമുക്കറിയാം പ്ലസ് ഇൻഫിനിറ്റി, ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി, താഴേക്ക് മൈനസ് ഇൻഫിനിറ്റി, മൈനസ് വാല്യൂസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, മൈനസ് വാല്യൂസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മുടെ ഫംഗ്ഷന്റെ പേര് h of x is equal to mod x, മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിനും വൈക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എക്സിനും വൈക്കും വാല്യൂസ് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാൻ പോവാണ്. ഓക്കെ, യെസ്, അപ്പൊ ഇതാണ് ഞാൻ കൊടുക്കുന്ന എക്സിന്റെ ഇൻപുട്ട്. എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് h of x ആണ് കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ h of x ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എക്സിന് ആദ്യം
0 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുത്താൽ നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് 0 എന്താ 0 തന്നെ. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എച്ച് ഓഫ് എക്സ് എന്തായിരിക്കും 0 തന്നെയായിരിക്കും. ഇനി എക്സിന് ഞാൻ 1 കൊടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. മോഡ് 1 എന്താ മോഡ് 1 തന്നെ. സോ 1 കൊടുത്താൽ 1 തന്നെ കിട്ടും. അതുപോലെ എക്സിന് ഞാൻ 2 കൊടുക്കുകയാണ്. എക്സിന് 2 കൊടുത്താൽ മോഡ് 2 നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് 2 തന്നെയാണ്. സോ 2 കിട്ടി. ഓക്കെ, ഇനി എക്സിന് ഞാൻ മൈനസ് വാല്യൂസ് കൊടുത്താലോ, ഞാൻ എക്സിന് -1 കൊടുക്കുകയാണ്. എക്സിന് -1 കൊടുത്താൽ മോഡ് -1 ആൻസർ എന്താ 1 ആണ് വരുന്നത്. സോ 1 ആണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ -2 കൊടുക്കുകയാണ്. എക്സിന് -2 കൊടുത്താൽ മോഡ് -2 ഇസ് ഈക്വൽ ടു +2 കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ 0 0 0 0 നമുക്കറിയാം ഈ പോയിന്റ് ആണ്. സാർ അത് ആദ്യം ഡാർക്ക് ചെയ്ത് വരച്ചു കേട്ടോ. അടുത്ത പോയിന്റ് 1 1 അല്ലെ 1 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ 1 ഇവിടെ 1 1 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ. 2 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ 2 ആണ്, വൈ ആക്സിൽ 2 ആണ്. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഏകദേശം ഇവിടെ. സോ 2 2 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ വരച്ചു. ഇനി അടുത്തത് -1. എക്സിന് -1 കൊടുത്താൽ വൈക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. അപ്പൊ എക്സിന് -1 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരാ? യെസ്, ഏകദേശം ഇവിടെയാണ്. എക്സിന് -1 കൊടുത്തപ്പോൾ വൈക്ക് +1 കിട്ടി. ഇവിടെയാണ് നമ്മുടെ യെസ് മാർക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് -2,2. അടുത്ത പോയിന്റ് -2,2 ആണ്. എക്സിന് ഞാൻ -2 കൊടുത്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഞാൻ അത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഏകദേശം ഇവിടെയാണ് എൻ്റെ യെസ് പോയിന്റ് വന്നത് കേട്ടോ. ഈ പോയിന്റ്സ് എല്ലാം മക്കളൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്താണ്? ഇതാണ് നമ്മുടെ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇതുപോലെ വേണം എന്ത് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ പോയിന്റ് കൊടുത്ത് കൃത്യമായിട്ട് വരയ്ക്കാം. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ റേഞ്ച് പലർക്കും കൺഫ്യൂസ് ഉള്ള ഒരു കാര്യമാണ്. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് സാറ് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ ഫംഗ്ഷന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഫംഗ്ഷന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എക്സിന്റെ വാല്യൂസ് ആണ് എന്ത്? എക്സിന്റെ വാല്യൂസ് ആണ് ഡൊമൈൻ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചുമ്മാ ഒരു ടോർച്ച് അടിക്കുന്ന പോലെ മുകളിൽ നിന്ന് ഒരു ടോർച്ച് അടിക്കുന്ന ഫീൽ നിങ്ങൾ ഇങ്ങനെ ടോർച്ച് അടിച്ച് ഈ ഒരു ഗ്രാഫിന് നിങ്ങൾ എക്സ് ആക്സിലേക്ക് വരുത്താം. മുകളിൽ നിന്ന് ടോർച്ച് അടിച്ചാൽ നമുക്കറിയാം ഇതിന്റെ ഷാഡോ വരുന്നത് താഴെയായിരിക്കും, താഴേക്ക്. അപ്പോൾ ഈ താഴെ ഗ്രാഫ് എവിടെ നിന്ന് തൊട്ട് എവിടം വരെയാണെന്ന് ആലോചിക്കുക. മക്കൾ ആലോചിച്ച് നോക്കിയേ, ഈ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വന്നാൽ അത് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും? -∞ മുതൽ +∞ വരെ ആയിരിക്കുമല്ലോ മക്കളെ. ആണെങ്കിൽ ടാറ്റ കാണിച്ച് ഈ -∞ to +∞ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാടാ? റിയൽ നമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഡൊമൈൻ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? -∞ മുതൽ +∞ വരെയാണ്. അതായത് അതെന്താ മക്കളെ? റിയൽ നമ്പേഴ്സിനോട് ഈക്വൽ ആണ് കേട്ടോ. ഈക്വൽ ടു സെറ്റ് 6 എന്ന് എഴുതിയാൽ മതി. ഇനി എന്താണ് റേഞ്ച് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് എന്ത്? റേഞ്ച്. നമുക്ക് കൊടുക്കുന്നതാണ് ഡൊമൈൻ, കിട്ടുന്നതാണ് റേഞ്ച്. ഓക്കെ അല്ലേ? വൈ ആക്സിസ് ആണ് നിങ്ങൾ റേഞ്ചിന്റെ കേസിൽ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ടോർച്ച് അടിക്കുമ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് അടിച്ചേ, കാരണം നമുക്ക് വേണ്ടത് എക്സിലെ വാല്യൂസ് ആണ്. നമുക്ക് ഇനി വേണ്ടത് വൈയിലെ വാല്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടോർച്ച് അടിക്കാം. ഇങ്ങോട്ട് ടോർച്ച് അടിക്കുമ്പോൾ ഈ ഗ്രാഫ് ദേ ഇങ്ങോട്ടല്ലേ വരാ? യെസ്, ഈ ഗ്രാഫ് ദേ ഇവിടെ തൊട്ടല്ലേ, അതായത് 0 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ എവിടെ വരെ പോകുന്നുണ്ടാ? +∞ വരെ പോകുന്നില്ലേ? ഓക്കെ, അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് +∞ വരെ, അതായിരിക്കും അതിന്റെ റേഞ്ച് ആയിട്ട് വരാം കേട്ടോ. സോ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. 0 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കാം. 0 to +∞ എന്ന് കൊടുത്താൽ മക്കളെ നമ്മുടെ ആൻസർ ആയി. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത്? കാരണം ഇൻഫിനിറ്റിയുടെ അടുത്ത് എപ്പോഴും എന്തായിരിക്കണം? ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കണം. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കാണാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഗ്രാഫ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ്. മക്കളെ ശ്രദ്ധിച്ച്, f(x) = mod x + 3. ഓക്കെ, അപ്പോൾ മോഡുലസ് ഫംഗ്ഷന്റെ കൂടെ 3 കൂട്ടിയത് ഇതാണ് f(x). ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം f(x)ന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്, mod x + 3. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡുലസ് ഫംഗ്ഷന്റെ mod x-ന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ ഓൾറെഡി അറിയാം. XY ആക്സിസ് വരയ്ക്കാം. യെസ്, ഈ ഒരു V ഷേപ്പിലാണ് നമ്മുടെ എന്ത് വരാ? നമ്മുടെ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരാം, മോഡ് എക്സിന്റെ ഗ്രാഫ് വരാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്, പക്ഷേ നമുക്ക് വേണ്ടത് mod x + 3 ആണ്. mod x-നോട് 3, അതായത് ഇവിടെ നടക്കുന്നത് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആ ഷിഫ്റ്റിംഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇതേ ഷേപ്പിലായിരിക്കും, പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും. 0-ലല്ലേ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇത് 0-ൽ ആയിരിക്കില്ല, മറിച്ച് എവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്?
3-യിലായിരിക്കും. അതായത് 1 2 3 ഇവിടെയാണ് നമ്മുടെ 3യുടെ പോയിന്റ് എങ്കിൽ മക്കളെ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇതുപോലെ ആയിരിക്കും. യെസ്, ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ഗ്രാഫ് വരാ. ഓക്കെ, അപ്പൊ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ആലോചിക്കുക. മോഡ് എക്സ് പ്ലസ് 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3. ഓക്കെ അല്ലേ മക്കളെ? തിരിച്ച് ഇതേ ഗ്രാഫ് തന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ എഴുതാനും ചോദ്യം വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നടക്കുന്നത് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ, ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ജി ഓഫ് എക്സ് 3 മൈനസ് മോഡ് എക്സ്. ശ്രദ്ധിക്കുക, ഇവിടെ വന്നിട്ടുള്ളത് 3 മൈനസ് മോഡ് എക്സ് ആണ്. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് മോഡ് എക്സ്. 3 മൈനസ് മോഡ് എക്സ്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം മക്കളെ? നമുക്ക് ഇതിനെ തിരിച്ച് ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യം മൈനസ് മോഡ് എക്സ് എഴുതാം. മൈനസ് മോഡ് എക്സ് പ്ലസ് 3 എന്ന് എഴുതാം കേട്ടോ. മൈനസ് മോഡ് എക്സ് പ്ലസ് 3. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് നമുക്ക് വരക്കാൻ പറ്റുക നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോ. മൈനസ് മോഡ് എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞതിന്റെ ഗ്രാഫ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, മോഡ് എക്സിന്റെ ഗ്രാഫ് തന്നെ, പക്ഷെ മൈനസ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് ഈ ഡയറക്ഷനിലേക്കാണ് മോഡ് എക്സിന്റെ ഗ്രാഫ് വരിക. അങ്ങനെയാണെങ്കിൽ മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് താഴേക്കായിരിക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ ഷിഫ്റ്റ് എവിടെ നിന്നാ? ഷിഫ്റ്റ് 3 എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ. സോ ഞാൻ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാണ്. ആദ്യം ഞാൻ എക്സ് വൈ ആക്സിസ് വരയ്ക്കാണ്. യെസ്, എക്സ് വൈ ആക്സിസ് വരച്ചു. യെസ്, ഇത് 0 ഒറിജിൻ മാർക്ക് ചെയ്തു. ഇവിടെ ഒറിജിൻ മാർക്ക് ചെയ്യാടാ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് 1 2 3 ഇവിടെയാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. ശ്രദ്ധിച്ച് കേട്ടോ, നമ്മുടെ ഗ്രാഫ് താഴേക്കാണ് വരിക. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും വരിക. പക്ഷേ പൊസിഷൻ എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരാം മക്കളെ? ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ അല്ലേ മക്കളെ? നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. സെറ്റ് അല്ലേ? യെസ്, പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ മക്കളെ? എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഗ്രാഫ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √9 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ മക്കളെ, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √9 മൈനസ് എക്സ് സ്ക്വയർ. ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സാർ നേരത്തെ പറഞ്ഞു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ഡൊമൈൻ എന്ന് വിളിക്കുക. അപ്പൊ ഡൊമൈൻ കണ്ടെത്തുന്ന രീതി നമുക്ക് നോക്കാം. മക്കളെ, റൂട്ടിനകത്ത് നമുക്കൊരു നമ്പർ ഉണ്ട് 9 മൈനസ് എക്സ് സ്ക്വയർ. നമ്മുടെ കണ്ടീഷൻ എന്താ മക്കളെ? റൂട്ടിനകത്ത് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിനകത്തെ നമ്പർ എപ്പോഴും 0യോ അല്ലെങ്കിൽ 0യേക്കാൾ വലുതോ ആയിരിക്കണം. ഒരിക്കലും റൂട്ടിനകത്ത് എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് വരാൻ പാടില്ല. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. 9 മൈനസ് എക്സ് സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ക്ലിയർ അല്ലേ മക്കളെ? 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിന്റെ അർത്ഥം ഈ റൂട്ടിന്റെ അകത്തുള്ള നമ്പർ എപ്പോഴും 0യോട് ഈക്വലോ അല്ലെങ്കിൽ 0യേക്കാൾ വലുതോ ആയിരിക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നോക്കാം. 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ 0 പ്ലസ് എക്സ് സ്ക്വയർ, അതായത് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. മക്കളെ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇവിടെ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സിന്റെ വാല്യൂസ്, എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9-ലായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സിന് നമുക്ക് 1 കൊടുക്കാലോ. 1 കൊടുക്കാം. കാരണം 1 സ്ക്വയർ ഈക്വൽ ടു 1, അത് 9-നേക്കാൾ ചെറുതാണ്. നമുക്ക് കൊടുക്കാവുന്നതാണ്. 2 കൊടുക്കാം. 2 സ്ക്വയർ 4, അത് 9-നേക്കാൾ ചെറുതാണ്. ഓക്കെ, 3 യെസ് 3 സ്ക്വയർ അത് 9 ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. ഓക്കെ അല്ലേ? 9നോട് ഈക്വൽ ആണ്, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് 1 ശ്രദ്ധിക്കുക. നമുക്ക് -1 കൊടുക്കാലോ. കാരണം -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് കേട്ടോ. സോ അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. -2യുടെ സ്ക്വയർ കൊടുക്കാം ഈക്വൽ ടു 4, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. -3യുടെ സ്ക്വയർ കൊടുക്കാം, അത് 9 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. നമുക്ക് -4 കൊടുക്കാൻ പറ്റുമോ? -4 കൊടുക്കാൻ പറ്റില്ല. കാരണം -4ന്റെ സ്ക്വയർ 16 ആണ്. ഈ 16 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അല്ലേ മക്കളെ? 16 9-നേക്കാൾ വലുതാണ്. സോ നമുക്ക് -4 കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ -1 -2 -3 കൊടുത്തു, 1 2 3 കൊടുത്തു. 4 കൊടുക്കാൻ പറ്റുമോ? 4 സ്ക്വയർ 16 അല്ലടാ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 അല്ലേ? സോ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാടാ? -3 മുതൽ 3 വരെയുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. 0 കൊടുക്കാമോ? 0 കൊടുക്കാം. 0 സ്ക്വയർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അത് ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ -3 മുതൽ 3 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് എന്തിനു കൊടുക്കാൻ പറ്റുക?
ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുക. സോ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിന്റെ സെറ്റ് ഇന്റർവൽ ആയിട്ട് എഴുതാം. -3 to +3 ക്ലോസ് ചെയ്യുക, കാരണം രണ്ടും നമുക്ക് കൊടുത്തൂടെ, -3 കൊടുക്കാം 3 കൊടുക്കാം. സോ നമ്മളിവിടെ ക്ലോസ്ഡ് ഇന്റർവൽ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? കിടിലൻ ചോദ്യമാണ്. ഡൊമൈൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമുക്കിനി റേഞ്ച് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ റേഞ്ച് ആണ്. റേഞ്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാട്ടോ മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ച് കേൾക്കാട്ടാ. എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക മക്കളെ? അപ്പോൾ എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ f(x) ഈക്വൽ ടു എന്തായിരുന്നു? യെസ്, √9 - ആയിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ y ഈക്വൽ ടു √9 - ആണെന്ന് പറയാലോ. കാരണം f(x)നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് y. ഓക്കെ അല്ലേ മക്കളെ? എക്സിന് വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ അതാണ് y എന്ന് പറഞ്ഞാൽ കേട്ടാ. എക്സിന് വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് y. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് y ആണ് കേട്ടോ. y ആണ്. ക്ലിയർ? ഓക്കെ മക്കളെ, അപ്പോൾ yക്ക് നമുക്ക് കിട്ടാവുന്ന വാല്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഡൊമൈൻ എന്തായിരുന്നു മക്കളെ? നമ്മുടെ ഡൊമൈൻ ഇസ് ഈക്വൽ ടു യെസ് -3 to 3 വരെയുള്ള വാല്യൂസ് ആയിരുന്നു അല്ലേ? നമുക്ക് ആ വാല്യൂസ് ഒന്ന് ഇവിടെ ഇട്ട് കൊടുത്തു നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ്, ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാമല്ലോ, എന്തായാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന ആദ്യം 9 - എക്സിന്റെ സ്ഥാനത്ത് -3 അല്ല 3 കൊടുക്കാൻ പോവാം. എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കാൻ പോവാം. ഓക്കെ, സോ എനിക്ക് കിട്ടുന്നത് √9 - 3 എന്നാൽ 6 ആണ്. √6 എന്ന് കിട്ടും. സോറി, x² അല്ലേ, 3². ഓക്കെ, 9 - 3², 9 - 9 നമുക്ക് കിട്ടുന്നത് √0 ആണ്. √0 എന്ത് തന്നെയാ? 0 തന്നെ. ക്ലിയർ അല്ലേ മക്കളെ? ഒന്നുമില്ല, നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് 3. ആ 3² ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ 9 - 9 കിട്ടി, 0 കിട്ടി, കുഴപ്പമില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്ന വാല്യൂ, y കൊടുക്കാൻ പോകുന്ന വാല്യൂ, യെസ്, y is equal to നമ്മൾ കൊടുക്കാൻ പോകുന്നത് √9 - എക്സിന്റെ സ്ഥാനത്ത് അടുത്ത വാല്യൂ 2 കൊടുത്തു നോക്കണ്ട. 9 - 2². എന്താ വാല്യൂ കിട്ടും മക്കളെ? 9 - 4. 9 - 4 എന്ന് പറഞ്ഞാൽ √5 എന്ന് കിട്ടും കേട്ടോ. √5 കിട്ടും. ഓക്കെ, യെസ്. ഇനി വൈക്ക് ഞാൻ √9 - 2 ആണ് കൊടുത്തത്. ഇനി 1 കൊടുക്കാം, 1². അതായത് √9 - 1 എന്താ? √8 എന്ന് കിട്ടി. വാല്യൂ കിട്ടി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, y is equal to ഞാൻ കൊടുക്കാൻ പോകുന്നത് √0 ആണ്. 9 - 0². സോ √9 - 0 എന്താ കിട്ടിയത്? √9 ആണ് കിട്ടിയത്. √9 എന്താ? 3 ആണ്. √9 3 കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? 3 കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ എന്താ? നമ്മൾ നേരത്തെ റൂട്ടിന് കൊടുത്തത് y ഈക്വൽ ടു √9 - നമ്മൾ നേരത്തെ 3 കൊടുത്തില്ല മക്കളെ, 3². സോ √9 - 9 എന്ന് കിട്ടും. √0 ഈക്വൽ ടു നമുക്ക് കിട്ടിയ എന്താ? 0 ആണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ നമുക്ക് വൈക്ക് കിട്ടുന്ന വാല്യൂസ് നോക്കിയേ. 0, 3, √8, √5 ഇങ്ങനത്തെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതല്ലാതെ വേറെ വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ എല്ലാ വാല്യൂസ് കൊടുത്തപ്പോഴും നമുക്ക് വരുന്ന വാല്യൂ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 3 ആണ്. നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്ന മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 3 ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മൾ റേഞ്ച് ആയിട്ട് പറയാ. വൈക്ക് കിട്ടുന്ന മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഞ്ച് എങ്ങനെ പറയാം മക്കളെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 0 മുതൽ എവിടെ വരെ ആയിരിക്കും മക്കളെ? 3 വരെ ആയിരിക്കും. 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് റേഞ്ച് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ല മക്കളെ? സോ ഇതിന്റെ റേഞ്ച് വരുന്നത് ഇതായിരിക്കും കേട്ടോ. ക്ലിയർ? യെസ്. ഓക്കെ മക്കളെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) is equal to mod x minus 2. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫ് പോലെ തന്നെ മറ്റൊരു ഗ്രാഫാണ്, പക്ഷെ ഇവിടെ -2 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ mod x -2. ഓക്കെ, അപ്പോൾ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് പോലെ തന്നെ, പക്ഷെ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ടെന്ന് കാര്യം ആലോചിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ നേരത്തെ ഷിഫ്റ്റിംഗ് പോസിറ്റീവ് y ആക്സിലായിരുന്നെങ്കിൽ ഇവിടെ എന്താ? നെഗറ്റീവ് y ആക്സിലാണ്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിക്കുക, -1 -2. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ 1, 2 എങ്ങനെ പോകും? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, mod x -2. അപ്പൊ ഷിഫ്റ്റിംഗ് നടക്കുന്ന എങ്ങോട്ടാ? താഴേക്കാണ് ഷിഫ്റ്റിംഗ്, കാരണം ഇവിടെ -2 അല്ലേ മക്കളെ? സോ നമ്മുടെ മോഡുലസ് ഗ്രാഫ് എങ്ങനെയാ വരാ? യെസ്, ഇതുപോലെ ആയിരിക്കും കേട്ടോ.
ഇതുപോലെ ആയിരിക്കും നമ്മുടെ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക. -2 എന്ന പോയിന്റിലേക്ക് അതിന് ഷിഫ്റ്റിംഗ് സംഭവിച്ചു. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തെടുക്കട്ടെ. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. മക്കളെ ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈസിയാണ്. ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് കണ്ടുപിടിക്കാൻ സാർ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂസ് ആണ്. ഫംഗ്ഷന് y ആക്സിസിൽ കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച്. അപ്പൊ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് രണ്ട് സൈഡിൽ നിന്ന് ടോർച്ച് അടിക്കുക. ടോർച്ച് അടിക്കുമ്പോൾ ഈ വര ഷാഡോ നമുക്ക് ഇവിടെയാണ് കിട്ടുക. ഈ ഒരു ലെങ്ത് എവിടം വരെയാന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ഷാഡോ എവിടെ തൊട്ട് എവിടം വരെയാ മക്കളെ? -2 മുതൽ എവിടെ വരെയാ? യെസ്, +∞ വരെ. സോ ഇതിന്റെ റേഞ്ച് വരുന്നത് യെസ് -2 മുതൽ -2 ഓപ്പൺ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -2 മുതൽ ഇവിടെ +∞, ഇവിടെ -∞, ഇവിടെ +∞, ഇവിടെ -∞, എവിടം വരെയാ? ഇൻഫിനിറ്റി വരെ, +∞ വരെ. ഇതായിരിക്കും നമ്മുടെ എന്ത് വരെ മക്കളെ? റേഞ്ച് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലോസ്ഡ് ഇന്റർവൽ -2 മുതൽ ഇൻഫിനിറ്റി വരെ, +∞ വരെ. ക്ലിയർ അല്ലേ? യെസ്. ഇനി റൈറ്റ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ g of x is equal to mod 9 - x. ഇതിന്റെ യെസ് ഡൊമൈൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാർ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞായിരുന്നു, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഫംഗ്ഷൻ പ്രോപ്പർ ഡിഫൈൻഡ് ആകാൻ വേണ്ടി എക്സിന് കൊടുക്കുന്ന വാല്യൂസ്, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ടീഷൻ നമുക്കറിയാം, റൂട്ടിനകത്തെ വാല്യൂ എപ്പോഴും 0 കൂടുതലായിരിക്കണം. ഓക്കെ, ഇത് ഉപയോഗിച്ച് നിങ്ങൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 9 > -x, ഇങ്ങോട്ട് വന്നാൽ +x ആയിട്ട് മാറും. തിരിക്കുമ്പോൾ x <= 9 എന്ന് കിട്ടും. മക്കളെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് നോക്കി നിങ്ങൾ <= 9. ഓക്കെ, അപ്പോൾ 9 കൊടുക്കാം, 9 മുന്നുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം, 9 ശേഷമുള്ള വാല്യൂസ് ഒന്നും എക്സിന് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകും. ഓക്കെ അല്ലേ? അപ്പൊ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 9 മുതൽ ലെഫ്റ്റിലേക്ക് 9 ചെറുതായിട്ടുള്ള എല്ലാ വാല്യൂസും കൊടുക്കാം. അതായത് എവിടെ മുതൽ എങ്ങോട്ടാ മക്കളെ? ഡൊമൈൻ ഈസ് ഈക്വൽ ടു എവിടെ മുതലാ? 9 മുതൽ, 9 ഇൻക്ലൂഡ് ആയത് കാരണം 9 മുതൽ എവിടെ വരെ? യെസ്, -∞ വരെയുള്ള വാല്യൂസ്. ഈ ലെഫ്റ്റിൽ -∞ അല്ലേ? അത്രയും വാല്യൂസ് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഡൊമൈൻ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയുമാണ് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഇത് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, അതും നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, ഓക്കെ, ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാം മക്കൾ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മക്കളെ.